ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ചായ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ പേരുണ്ട്. ചിലർക്ക് ചായ വെറും ഒരു പാനീയം മാത്രമല്ല, ഒരു ബൂസ്റ്ററായും കണക്കാക്കും. നിങ്ങളുടെ ക്ഷീണം മറികടക്കാൻ ഇത് ഫലപ്രദമായ ഒരു പ്രതിവിധിയാണ്. പ്രത്യേകം തയ്യാറാക്കിയ ചായയുടെ നിരവധി ആഡംബര ബ്രാൻഡുകളും ഇപ്പോഴുണ്ട്. ഒരു ചായ കുടിക്കാൻ ഇപ്പോഴത്തെ വില വെച്ച് പരമാവധി നമ്മൾ ഒരു 30 രൂപയൊക്കെ ചെലവാക്കും. ആഡംബര ഹോട്ടലാണെങ്കിൽ ചിലപ്പോൾ 100-ന് മുകളിലും അത് പോയേക്കും. എന്നാൽ 1 കിലോഗ്രാം തേയിലക്ക് 9 കോടി രൂപ നൽകണമെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനാകില്ല. ശരിക്കും പറഞ്ഞാൽ സ്വർണത്തെക്കാൾ വിലയുണ്ട് ഈ പ്രത്യേകതരം ചായക്ക്. ചൈനയിലെ ഫൂജിയാൻ പ്രവിശ്യയിലെ ഹൂയിഷാൻ മലനിരകളിൽ വളരുന്ന ലോകത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഡാങ്കോങ് പാവോ എന്ന ചായയാണ് ഈ കേമൻ. മലനിരകളിലെ കുത്തനെയുള്ള ചുണ്ണാമ്പുകല്ല് പാറ ഇടുക്കുകളിലാണ് ഈ അപൂർവ തേയിലച്ചെടികൾ വളരുന്നത്. നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ മലയിടുക്കുകളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ ധാരാളം ധാതുക്കൾ അടങ്ങിയിരിക്കും. ഈ ധാതുക്കൾ ഈ തേയിലക്ക് പ്രത്യേകമായ രുചിയും മണവും നൽകും. പർവ്വതങ്ങളുടെ വിള്ളലുകളിൽ വളരുന്നതിനാൽ ഇതിനെ റോക്ക് ടീ എന്നും വിളിക്കാറുണ്ട്. ഹൂയിഷാൻ പർവ്വതനിരകളിൽ ഈ തേയിലയുടെ 6 ചെടികൾ മാത്രമാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ഇവയെല്ലാം നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളവയുമാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് സർക്കാർ ഇവയെ രാജ്യത്തിന്റെ സമ്പത്തായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ചെടികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി 2006-ലാണ് ചൈനീസ് സർക്കാർ ഇവയുടെ വിളവെടുപ്പ് നിരോധിച്ചത്. ഈ ചെടികൾ 142 കോടി രൂപയ്ക്ക് സർക്കാർ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഇവിടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട്. 2002-ൽ നടന്ന ഒരു ലേലത്തിൽ വെറും 20 ഗ്രാം ഡാഹോങ് പാവോ ചായപ്പൊടിക്കായി ഒരു കോടീശ്വരൻ ചെലവാക്കിയത് ഏകദേശം 25 ലക്ഷം രൂപയാണ്. അതായത് 1 ഗ്രാം ചായപ്പൊടിക്ക് 1.25 ലക്ഷത്തിനും മുകളിൽ. 2005-ലാണ് ഒറിജിനൽ ചെടികളിൽ നിന്നും അവസാനമായി ഇലകൾ നുള്ളിയത്. ഇവ ബീജിംഗിലെ പാലസ് മ്യൂസിയത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഹൂയിഷാനിൽ ഇപ്പോൾ എല്ലാ ചായക്കടകളിലും ഡാഹോങ് പാവോ എന്ന പേരിൽ ചായ ലഭിക്കും. $100-ന് 1 കിലോ ചായപ്പൊടിയും കിട്ടും. അവയെല്ലാം ഒറിജിനൽ ചെടികളിൽ നിന്ന് നുള്ളിയതല്ല. അതേസമയം മാതൃവൃക്ഷങ്ങളിൽ നിന്ന് ശാസ്ത്രീയമായി ക്ലോൺ ചെയ്ത് ഉണ്ടാക്കിയ 2ാം തലമുറയോ അല്ലെങ്കിൽ 3ാം തലമുറയോ ആയ ചെടികളിൽ നിന്നുള്ളതാണ് ഈ ഇലകൾ. നല്ല രുചിയുണ്ടെങ്കിലും ചരിത്രപ്രസിദ്ധമായ പഴയ ചായയുടെ പൂർണ്ണമായ രുചി ഇതിൽ നിന്നും കിട്ടില്ല. ഏറ്റവും ചെലവേറിയ 2ാമത്തെ ചായയും ചൈനയിൽ തന്നെയാണ്. പാണ്ട ഡെങ് ടീ എന്നാണ് ഈ ചായയുടെ പേര്. പാണ്ടക്കാരുടെ വിസർജ്യം ഈ തേയില കൃഷിക്ക് വളമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ പേര് കിട്ടിയത്. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ചായയുടെ വില 1 കിലോക്ക് ഏതാണ്ട് 57 ലക്ഷം രൂപയാണ്. 3ാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന യെല്ലോ ഗോൾഡ് ടീ ബഡ്സ് ആണ്. ഇതിന്റെ ഇലകൾ സ്വർണം പോലെ തിളങ്ങുന്നതാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇതിന്റെ ഇലകൾ മുറിക്കാറുള്ളൂ. ഇതിന്റെ ഇലകൾ സ്വർണ്ണ കത്രിക ഉപയോഗിച്ച് മുറിച്ചതിന് ശേഷം വെയിലത്ത് ഉണക്കും. ഈ ചായയുടെ വില കിലോയ്ക്ക് 6 ലക്ഷം രൂപയിൽ കൂടുതലാണ്. ഇനി 4ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ചായയാണ്. സിൽവർ ടിപ്സ് ഇമ്പീരിയൽ ടീ എന്നാണ് ഇതിന്റെ പേര്. ഈ ചായയുടെ ഇലകൾ പൗർണമി രാത്രികളിൽ മാത്രം പറിച്ചെടുക്കും. അതും വിദഗ്ധർ അതീവ ശ്രദ്ധയോടെയാണ് മുറിച്ചെടുക്കുന്നത്. ഡാർജിലിംഗിലെ മലഞ്ചെരുവുകളിലെ കൈബാരി ടീ എസ്റ്റേറ്റിൽ നിന്ന് വിളവെടുക്കുന്ന ഒരുതരം തേയിലയാണത്. ഇതിന്റെ ഇലകൾ വെള്ളി സൂചികൾ പോലെ കാണപ്പെടും. 2014-ലെ ഒരു ലേലത്തിൽ കിലോയ്ക്ക് 1.5 ലക്ഷം രൂപക്കാണ് ഇത് വിറ്റുപോയത്. പ്രത്യേകമായി വളരുന്ന ഒരു ഗ്രീൻ ടീ ആണ് 5ാം സ്ഥാനത്തുള്ളത്. ഗ്യോക്കുറോ എന്ന ഈ ചായ ഗ്രീൻ ടീയുടെ ഏറ്റവും ഉയർന്ന ഗ്രേഡായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ചായയുടെ വില കിലോയ്ക്ക് ഏകദേശം 53,000 രൂപയാണ്.